28/9/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, എപ്പോൾ നിങ്ങൾ നമ്പർ അനുസരിച്ച് സദോ പ്രധാനമാകുമോ അപ്പോൾ ഈ നാച്ചുറൽ കലാമിറ്റീസിൻ്റെയും വിനാശത്തിൻ്റെയും ഫോഴ്സ് വർദ്ധിക്കും. ഈ പഴയ ലോകം സമാപ്തമാവുകയും ചെയ്യും. ചോദ്യം: ഏതൊരു പുരുഷാർത്ഥം ചെയ്യുന്നവർക്ക് ബാബയുടെ മുഴുവൻ സമ്പത്തും പ്രാപ്തമാകുന്നു? ഉത്തരം: മുഴുവൻ സമ്പത്തും നേടണം എന്നുണ്ടെങ്കിൽ ആദ്യം ബാബയെ തൻ്റെ അവകാശിയാക്കൂ. അതിനർത്ഥം എന്തെല്ലാം നിങ്ങളുടെ അടുക്കലുണ്ടോ അവയെല്ലാം ബാബയിൽ സമർപ്പിക്കൂ. ബാബയെ തൻ്റെ കുട്ടിയാക്കി മാറ്റൂ. അപ്പോൾ മുഴുവൻ സമ്പത്തിൻ്റെയും അധികാരിയായി മാറും. സമ്പൂർണ്ണ പവിത്രമാകൂ. അപ്പോൾ മുഴുവൻ സമ്പത്തും ലഭിക്കും. സമ്പൂർണ്ണ പവിത്രം അല്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിച്ച് ഒരൽപ്പം റൊട്ടി, അതായത് പ്രാപ്തി ലഭിക്കും. ഓം ശാന്തി. കുട്ടികൾ കേവലം ഒന്നിൻ്റെ ഓർമ്മയിൽ ഇരുന്നാൽ പോരാ, 3 പേരുടെ ഓർമ്മയിൽ ഇരിക്കേണ്ടതുണ്ട്. ഒന്ന് തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങൾക്കറിയാം, അത് പിതാവുമാണ്, ശിക്ഷകനുമാണ്, സദ്ഗുരുവുമാണ്. നമ്മളേവരെയും തിരികെ കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. ഈ പുതിയ കാര്യം നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കുട്ടികൾക്കറിയാം, അവർ ഭക്തി പഠിപ്പിക്കുന്നു, ശാസ്ത്രം കേൾപ്പിക്കുന്നു. അതെല്ലാം മനുഷ്യരാണ്. ഈ ഒന്നിനെ മനുഷ്യൻ എന്ന് പറയില്ലല്ലോ. ഈ ഒന്ന് നിരാകാരമാണ്. നിരാകാര ആത്മാക്കളെ ഇരുന്ന് പഠിപ്പിക്കുന്നു. ആത്മാവ് ശരീരത്തിലൂടെ കേൾക്കുന്നു. ഈ ജ്ഞാനം ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ ഓർമ്മയിലിരിക്കുകയാണ്. പരിധിയില്ലാത്ത പിതാവ് പറഞ്ഞു, ആത്മീയ കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഇല്ലാതാകട്ടെ. ഇവിടെ ശാസ്ത്രങ്ങളുടെയോ മറ്റോ കാര്യമേ ഇല്ല. ബാബ നമ്മളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അറിയുന്നുണ്ട്. എത്ര വലിയ ടീച്ചറാണ്! ഉയർന്നതിലും ഉയർന്നതാണ്. അപ്പോൾ പദവിയും ഉയർന്നതിലും ഉയർന്നത് പ്രാപ്തമാക്കിയിരിക്കുന്നു. എപ്പോൾ നിങ്ങൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് സദോ പ്രധാനമായി മാറുമോ അപ്പോൾ യുദ്ധമുണ്ടാകും, നാച്ചുറൽ കലാമിറ്റീസും ഉണ്ടാകും. തീർച്ചയായും ഓർമ്മിക്കുകയും വേണം. ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കേണ്ടതാണ്. കേവലം ഒരേ ഒരു തവണ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, പുതിയ ലോകത്തിനു വേണ്ടി. ചെറിയ കുട്ടികളും പിതാവിനെ ഓർമ്മിക്കുന്നു. നിങ്ങളാണെങ്കിൽ അറിവുള്ളവരാണ്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകും എന്നത് അറിയുന്നുണ്ട്. ബാബയിലൂടെ ഉയർന്ന പദവിയും നേടും. ഈ ലക്ഷ്മി നാരായണൻ പുതിയ ലോകത്തിൽ ഏതൊരു പദവി നേടിയോ അത് ശിവ് ബാബയിലൂടെ തന്നെയാണ് നേടിയത് എന്നതും അറിയുന്നുണ്ട്. ഈ ലക്ഷ്മി നാരായണൻ തന്നെയാണ് പിന്നെ 84ൻ്റെ ചക്രം കറങ്ങി ഇപ്പോൾ ബ്രഹ്മ സരസ്വതി ആയിരിക്കുന്നത്. ഇവർ തന്നെ വീണ്ടും ലക്ഷ്മി നാരായണൻ ആകും. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ അന്ധവിശ്വാസത്തോടെ ദേവതമാരുടെ മുന്നിൽ ശിരസ് നമിക്കുന്നില്ല. ദേവതമാരുടെ മുന്നിൽ മനുഷ്യർ പോയി സ്വയം തന്നെ പതീതമാണ് എന്ന് തെളിയിക്കുന്നു. പറയുന്നു, അങ്ങ് സർവഗുണസമ്പന്നമാണ്, നമ്മൾ പാപിയും വികാരിയുമാണ്, യാതൊരു ഗുണവുമില്ല. നിങ്ങൾ ആരുടെ മഹിമയാണോ പാടിയിരുന്നത്, ഇപ്പോൾ നിങ്ങൾ സ്വയം ആയിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നു, ബാബ, ഈ ശാസ്ത്രവും മറ്റും എപ്പോൾ മുതലാണ് പഠിക്കാൻ ആരംഭിച്ചത്? ബാബ പറയുന്നു, രാവണ രാജ്യം ആരംഭിച്ചപ്പോൾ മുതൽ. ഇതെല്ലാം ഭക്തിയുടെ സാമഗ്രിയാണ്. നിങ്ങൾ എപ്പോൾ ഇവിടെ ഇരിക്കുന്നോ അപ്പോൾ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും ധാരണ ആകേണ്ടത് ആവശ്യമാണ്. ഈ സംസ്കാരം ആത്മാവ് എടുത്തുകൊണ്ടു പോകും. ഭക്തിയുടെ സംസ്കാരം കൂടെ പോകേണ്ടതില്ല. ഭക്തിയുടെ സംസ്കാരത്തിലുള്ളവർ പഴയ ലോകത്തിൽ മനുഷ്യരുടെ അടുത്ത് തന്നെ ജന്മമെടുക്കും. ഇതും തീർച്ചയാണ്.
നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ജ്ഞാനത്തിൻ്റെ ചക്രം ചലിക്കേണ്ടത് ആവശ്യമാണ്. അതിനോടൊപ്പം ബാബയെയും ഓർമ്മിക്കേണ്ടതുണ്ട്. ബാബ നമ്മുടെ പിതാവുമാണ്. ബാബയെ ഓർമ്മിച്ചുവെങ്കിൽ വികർമ്മം വിനാശമാകും. ബാബ നമ്മുടെ ടീച്ചറുമാണ്. അപ്പോൾ പഠനം ബുദ്ധിയിൽ വരും. സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം ബുദ്ധിയിലുണ്ട്. അതിലൂടെ നിങ്ങൾ ചക്രവർത്തി രാജാവാകും. ഓർമ്മയുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓം ശാന്തി. ഭക്തിയും ജ്ഞാനവും. ബാബയെ പറയുന്നത് ജ്ഞാനത്തിൻ്റെ സാഗരം എന്നാണ്. ആ ഒന്നിന് ഭക്തിയെക്കുറിച്ച് മുഴുവനും അറിയാം. ഭക്തി എപ്പോൾ ആരംഭിച്ചു, എപ്പോൾ പൂർത്തിയാകും? മനുഷ്യർക്ക് ഇതറിയില്ല. ബാബ തന്നെയാണ് വന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. സത്യയുഗത്തിൽ നിങ്ങൾ ദേവീ ദേവതമാർ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. അവിടെ ഭക്തിയുടെ പേരേയില്ല. ഒരു ക്ഷേത്രം പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ദേവീ ദേവത ആയിരുന്നു. പിന്നെ എപ്പോഴാണോ ലോകം പകുതി പഴയതാകുന്നത്, അതായത് 2500 വർഷം പൂർത്തിയാകുന്നത്, അഥവാ ത്രേതായുടെയും ദ്വാപരത്തിൻ്റെയും സംഗമം ആകുന്നത്, അപ്പോൾ രാവണൻ വരുന്നു. സംഗമം തീർച്ചയായും വേണം. ത്രേതായുടെയും ദ്വാപരയുടെയും സംഗമത്തിൽ രാവണൻ വരുന്നു. അപ്പോൾ ദേവീ ദേവതമാർ വാമമാർഗത്തിൽ വീഴുന്നു. ഇത് നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നില്ല. ബാബയും വരുന്നത് കലിയുഗ അന്ത്യത്തിൻ്റെയും സത്യയുഗത്തിൻ്റെ ആദിയുടെയും സംഗമത്തിലാണ്. രാവണൻ വരുന്നത് ത്രേതായുടെയും ദ്വാപരയുടെയും സംഗമത്തിലാണ്. ഇപ്പോൾ ആ സംഗമത്തെ മംഗളകാരി എന്ന് പറയില്ല, അതിനെ അമംഗളകാരി എന്ന് തന്നെയാണ് പറയുക. ബാബയുടെ പേര് തന്നെ മംഗളകാരി എന്നാണ്. ദ്വാപരം മുതൽ അമംഗളകാരി യുഗം ആരംഭിക്കുന്നു. ബാബ ചൈതന്യ ബീജരൂപമാണ്. ആ ഒന്നിന് മുഴുവൻ വൃക്ഷത്തിൻ്റെയും നോളജുണ്ട്. ഒരു വിത്തും അഥവാ ചൈതന്യമായിരുന്നുവെങ്കിൽ എന്നിൽ നിന്നും ഈ മുഴുവൻ വൃക്ഷവും ഇങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിച്ചെന്നെ. എന്നാൽ ജഡമായത് കാരണം പറയുവാൻ സാധിക്കില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിത്ത് വിതയ്ക്കുമ്പോൾ ആദ്യം ചെറിയൊരു വൃക്ഷമാണ് വരുന്നത്, പിന്നെ വലുതായി ഫലം നൽകാൻ ആരംഭിക്കുന്നു. എന്നാൽ ചൈതന്യത്തിന് മാത്രമേ എല്ലാം പറഞ്ഞു തരാൻ സാധിക്കൂ. ലോകത്തിൽ ഈ കാലത്ത് മനുഷ്യർ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇൻവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രനിൽ പോകുന്നതിനായി പരിശ്രമിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ്റെ നേർക്ക് എത്ര ഉയരങ്ങളിൽ ലക്ഷക്കണക്കിന് മൈലുകളോളം പോകുന്നു. ചന്ദ്രൻ എന്ത് വസ്തുവാണ് എന്ന് നോക്കട്ടെ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി സമുദ്രത്തിൽ എത്ര അകലെ വരെ പോകുന്നു പരിശോധിക്കുന്നു. പക്ഷേ അവസാനം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ജലം തന്നെ ജലമാണ്. എയ്റോപ്ലെയിനിൽ ഉയരങ്ങളിൽ പോകുന്നു. പിന്നെ തിരികെ വരാനും സാധിക്കും വിധത്തിൽ അതിൽ ഇത്രയും പെട്രോളും ഒഴിക്കേണ്ടതുണ്ട്. ആകാശം പരിധിയില്ലാത്തതാണല്ലോ, സാഗരവും പരിധിയില്ലാത്തതാണ്. ഏതുപോലെ ഈ ഒന്ന് പരിധിയില്ലാത്ത ജ്ഞാനസാഗരമാണ്. അത് ജലത്തിൻ്റെ പരിധിയില്ലാത്ത സാഗരമാണ്. ആകാശ തത്വവും പരിധിയില്ലാത്തതാണ്. ഭൂമിയും പരിധിയില്ലാത്തതാണ്. പോയിക്കൊണ്ടേയിരിക്കൂ. സാഗരത്തിന് താഴെ ഭൂമിയുണ്ട്. പർവ്വതങ്ങൾ എന്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്? ഭൂമിയുടെ മേൽ. പിന്നെ ഭൂമിയെ കുഴിക്കുന്നു. അപ്പോൾ പർവ്വതം ഉയർന്നു വരുന്നു. അതിനു താഴെ പിന്നെ ജലവും പുറത്തു വരുന്നു. സാഗരവും ഭൂമിയുടെ മേലാണ്. അതിൻ്റെ അവസാനം കണ്ടെത്താൻ സാധിക്കുന്നില്ല. എവിടം വരെ ജലമുണ്ട്, എവിടം വരെ ഭൂമിയുണ്ട് എന്നെല്ലാം. പരംപിത പരമാത്മാവ് പരിധിയില്ലാത്ത പിതാവാണ്. ആ ഒന്നിനെ അനന്തം എന്ന് പറയില്ല. മനുഷ്യർ പറയുന്നു ഈശ്വരൻ അനന്തമാണ്, മായയും അനന്തമാണെന്ന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈശ്വരൻ അനന്തമാവുക സാധ്യമേ അല്ല. പിന്നെ ഈ ആകാശം അനന്തമാണ്. ഈ 5 തത്വങ്ങളുണ്ട്. ആകാശം, വായു തുടങ്ങിയവ. ഈ 5 തത്വങ്ങൾ തമോ പ്രധാനമായി മാറുന്നു. ആത്മാവും തമോ പ്രധാനമാകുന്നു. പിന്നെ ബാബ വന്ന് സതോ പ്രധാനമാക്കുന്നു. എത്ര ചെറിയ ആത്മാവാണ്! 84 ജന്മങ്ങൾ എടുക്കുന്നു. ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു.
ഇത് അനാദി നാടകമാണ്. ഇതിൻ്റെ അവസാനം ഉണ്ടാകുന്നില്ല. ഇത് പരമ്പരയായി തുടർന്നു വരുന്നു. എപ്പോൾ മുതൽ ആരംഭിച്ചു? ഇത് പറയുകയാണെങ്കിൽ പിന്നെ അവസാനവും ഉണ്ടാകേണ്ടതാണ്. പിന്നെ എപ്പോൾ മുതൽ പുതിയ ലോകം ആരംഭിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. പിന്നെ പഴയതാകുന്നു. ഇത് 5000 വർഷത്തിൻ്റെ ചക്രമാണ്. അത് തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അവർ പിന്നെ കെട്ടുകഥകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്നു, സത്യയുഗത്തിൻ്റെ ആയുസ് ഇത്രയും ലക്ഷക്കണക്കിന് വർഷങ്ങളാണ്. മനുഷ്യർ കേൾക്കുമ്പോൾ അത് തന്നെയാണ് സത്യം എന്ന് വിചാരിക്കുന്നു. ഭഗവാൻ എപ്പോൾ വന്ന് തൻ്റെ പരിചയം നൽകും എന്നത് അറിയാനേ കഴിയുന്നില്ല. അറിയാത്തത് കാരണം പറയുന്നു, കലിയുഗത്തിൻ്റെ ആയുസ് 40,000 വർഷം ഇനിയും കിടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കാത്തത് വരെയും പറയുന്നു. ഇപ്പോൾ കൽപ്പം 5000 വർഷത്തിൻ്റേതാണ്, ലക്ഷക്കണക്കിന് വർഷങ്ങളുടേതല്ല എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് നിങ്ങൾ നിമിത്തമാണ്. ഭക്തി മാർഗത്തിൻ്റെ എത്ര സാമഗ്രികളുണ്ട്! മനുഷ്യർക്ക് പൈസയുണ്ടെങ്കിൽ പിന്നെ ചിലവഴിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എത്ര പൈസ നൽകിയ ശേഷം പോകുന്നു? പരിധിയില്ലാത്ത ബാബ തീർച്ചയായും പരിധിയില്ലാത്ത സമ്പത്ത് നൽകും. ഇതിലൂടെ സുഖവും ലഭിക്കുന്നു, ആയുസ്സും വലുതാകുന്നു. ബാബ കുട്ടികളോട് പറയുന്നു, എൻ്റെ ഓമന സന്താനങ്ങളെ, ആയുഷ്മാൻ ഭവ. അവിടെ നിങ്ങളുടെ ആയുസ് 150 വർഷമായിരിക്കും. ഒരിക്കലും കാലൻ ഭക്ഷിക്കുകയില്ല. ബാബ വരം നൽകുന്നു, നിങ്ങളെ ആയുഷ്മാനാക്കുന്നു. നിങ്ങൾ അമരമാകും. അവിടെ ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകില്ല. അവിടെ നിങ്ങൾ വളരെയധികം സുഖമായി കഴിയുന്നു. അതിനാൽ സുഖധാമം എന്ന് പറയുന്നു. ആയുസ്സും വലുതായിരിക്കും, ധനവും വളരെയധികം ലഭിക്കുന്നു, സുഖവും വളരെയധികം ഉണ്ടായിരിക്കും. ദരിദ്രനിൽ നിന്നും ശിരസിലെ കിരീടമാകുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ബാബ ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുവാൻ വരുന്നു. അത് തീർച്ചയായും ചെറിയ വൃക്ഷമായിരിക്കും. അവിടെ ഒരു ധർമ്മം, ഒരു രാജ്യം, ഒരു ഭാഷ തന്നെയാണുള്ളത്. അതിനെ തന്നെയാണ് വിശ്വത്തിൽ ശാന്തി എന്ന് പറയുന്നത്. മുഴുവൻ വിശ്വത്തിലും നമ്മൾ തന്നെയാണ് പാർട്ടധാരി. ഇത് ലോകം അറിയുന്നില്ല. അഥവാ അറിയാമായിരുന്നുവെങ്കിൽ എപ്പോൾ മുതലാണ് നമ്മൾ പാർട്ട് അഭിനയിക്കാൻ വരുന്നത് എന്നത് പറഞ്ഞേനെ. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെ ബാബ മനസ്സിലാക്കിച്ചു കൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്നും എന്ത് ലഭിക്കുന്നുവോ അത് മറ്റാരിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് ഗീതവുമുണ്ടല്ലോ. മുഴുവൻ ഭൂമി, ആകാശം, മുഴുവൻ വിശ്വത്തിൻ്റെയും രാജധാനി നൽകുന്നു. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. പിന്നീടുള്ള രാജാക്കന്മാരും മറ്റും ഭാരതത്തിലേതായിരുന്നു. ബാബ എന്ത് നൽകുന്നുവോ അത് മറ്റാർക്കും നൽകാൻ സാധിക്കില്ല എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ബാബ തന്നെയാണ് വന്ന് പ്രാപ്തി ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ ഈ മുഴുവൻ ജ്ഞാനവും ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് ആർക്കും തന്നെ മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ഇത്രയും മനസ്സിലാക്കേണ്ടവയാണ്. ഇപ്പോൾ മനസ്സിലാക്കിക്കുവാൻ ആർക്ക് സാധിക്കും? ബന്ധനം മുക്തം ആയവർക്ക്. ബാബയുടെ അടുക്കൽ ആരെങ്കിലും വരുമ്പോൾ ബാബ ചോദിക്കുന്നു, എത്ര കുട്ടികളുണ്ടോ? അപ്പോൾ പറയുന്നു, സ്വന്തമായ 5 കുട്ടികളുണ്ട്. 6ാമത്തെ കുട്ടിയായ ശിവ് ബാബയുമുണ്ട്. അപ്പോൾ തീർച്ചയായും ഏറ്റവും വലിയ കുട്ടിയായല്ലോ. ശിവ് ബാബയുടേതായി മാറിയെങ്കിൽ പിന്നെ ശിവ് ബാബ തൻ്റെ കുട്ടിയാക്കി മാറ്റി വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. കുട്ടികൾ അവകാശികളാകുന്നു. ഈ ലക്ഷ്മി നാരായണൻ ശിവ് ബാബയുടെ പൂർണ്ണ അവകാശിയാണ്. പൂർവജന്മത്തിൽ ശിവ് ബാബയ്ക്ക് സർവ്വതും നൽകി. അപ്പോൾ സമ്പത്ത് തീർച്ചയായും കുട്ടികൾക്ക് ലഭിക്കേണ്ടതാണ്. ബാബ പറഞ്ഞിട്ടുണ്ട്, എന്നെ അവകാശിയാക്കൂ. പിന്നെ രണ്ടാമത് ആരും പാടില്ല. പറയുന്നു, ബാബ ഇതെല്ലാം അങ്ങയുടേതാണ്. പിന്നെ അങ്ങയുടേത് നമ്മുടേതാണ്. അങ്ങ് നമുക്ക് മുഴുവൻ വിശ്വത്തിൻ്റെയും ചക്രവർത്തി പദത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. കാരണം നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നോ അത് നൽകി. ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണല്ലോ.
അർജുനനെ വിനാശവും കാണിച്ചു, ചതുർഭുജവും കാണിച്ചു. അർജുനൻ മറ്റാരുമല്ല, ഇദ്ദേഹത്തിന് സാക്ഷാത്കാരമുണ്ടായി, രാജപദം ലഭിക്കുന്നത് കണ്ടു. അപ്പോൾ എന്തുകൊണ്ട് ശിവ് ബാബയെ അവകാശി ആക്കിക്കൂടാ? ആ ഒന്ന് പിന്നെ നമ്മളെ അവകാശിയാക്കുന്നു. ഈ ഇടപാട് വളരെ നല്ലതാണ്. ഒരിക്കലും ആരോടും ഒന്നും ചോദിച്ചില്ല, ഗുപ്തമായി എല്ലാം നൽകി. ഇതിനെയാണ് ഗുപ്തദാനം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കെന്തറിയാം? ചിലർ വിചാരിച്ചു ഇദ്ദേഹത്തിന് വൈരാഗ്യം വന്നു, ഒരുപക്ഷെ സന്യാസിയായി മാറിയിരിക്കുകയാണ്. ഈ പുത്രിമാരും പറയുന്നു സ്വന്തമായി 5 കുട്ടികളുണ്ട്, പിന്നെ ഈ ഒന്നിനെ നമ്മൾ ഒരു കുട്ടിയാക്കും. ഇദ്ദേഹവും സർവ്വതും ബാബയ്ക്ക് മുന്നിൽ വച്ചു. അതിലൂടെ വളരെ പേരുടെ സർവീസ് ഉണ്ടായി. ബാബയെ കണ്ട് എല്ലാവർക്കും ചിന്ത വന്നു. എല്ലാവരും വീടും കുടുംബവും ഉപേക്ഷിച്ച് ഓടി വന്നു. അവിടെ മുതൽ തന്നെയാണ് കോലാഹലങ്ങൾ ആരംഭിച്ചത്. അവർ വീടും കുടുംബവും ഉപേക്ഷിക്കുന്നതിൻ്റെ ധൈര്യം കാണിച്ചു. ശാസ്ത്രങ്ങളിലും എഴുതിയിട്ടുണ്ട്, ഭട്ടി ഉണ്ടാകണമായിരുന്നു. കാരണം അവർക്ക് ഏകാന്തത തീർച്ചയായും ആവശ്യമാണ്. ബാബയുടേതല്ലാതെ മറ്റാരുടെയും ഓർമ്മ ഉണ്ടായിരിക്കരുത്. മിത്രസംബന്ധികളുടെയും മറ്റും ഓർമ്മ ഉണ്ടായിരിക്കരുത്. കാരണം ആത്മാവ് പതീതമായിരിക്കുകയാണ്. അതിനെ തീർച്ചയായും പാവനമാക്കേണ്ടതുണ്ട്. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കവേ പവിത്രമാകൂ. ഈ കാര്യത്തിന്മേൽ തന്നെയാണ് പ്രയാസങ്ങൾ വരുന്നത്. ഇത് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ വഴക്കുണ്ടാക്കിക്കുന്ന ജ്ഞാനമാണ് എന്ന് പറയുമായിരുന്നു. കാരണം ഒരാൾ പവിത്രമാവുകയും രണ്ടാമത്തെ ആൾ ആകാതിരിക്കുകയുമാണെങ്കിൽ ലഹള നടന്നു. ഇവരെല്ലാം അടികൾ കൊണ്ടു. കാരണം അപ്രതീക്ഷിതമായി പുതിയ കാര്യം ഉണ്ടായല്ലോ. എല്ലാവരും ആശ്ചര്യപ്പെടാൻ തുടങ്ങി. ഇത്രയും പേരേവരും ഓടിപ്പോകാൻ തക്കവണ്ണം ഇതെന്ത് സംഭവിച്ചു? മനുഷ്യർക്ക് മനസ്സിലായില്ല. ഒരു ശക്തിയുണ്ട് എന്ന് മാത്രം പറയുമായിരുന്നു. വീടും കുടുംബവും ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന തരത്തിൽ ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഡ്രാമയിലെ ഈ എല്ലാ ചരിത്രവും ശിവ് ബാബയുടേതാണ്. ചിലർ ഒഴിഞ്ഞ കൈയുമായി ഓടി. ഇതും കളിയാണ്. വീടും കുടുംബവും മറ്റുമെല്ലാം ഉപേക്ഷിച്ച് ഓടി. ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളത് കേവലം ഈ ശരീരമാണ്. അതിലൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആത്മാവിനെയും ഓർമ്മയുടെ യാത്രയിലൂടെ പവിത്രമാക്കണം. അപ്പോൾ തന്നെയാണ് പവിത്ര ആത്മാക്കൾക്ക് തിരിച്ചു പോകുവാൻ സാധിക്കുന്നത്. സ്വർഗത്തിൽ അപവിത്ര ആത്മാവിന് പോകാൻ സാധിക്കില്ല, നിയമമില്ല. മുക്തിധാമത്തിൽ പവിത്രത തന്നെയാണ് വേണ്ടത്. പവിത്രമാകുന്നതിൽ തന്നെയാണ് എത്ര വിഘ്നങ്ങൾ ഉണ്ടാകുന്നത്. മുൻപ് ഏതെങ്കിലും സത്സംഗങ്ങളിലോ മറ്റോ പോകുന്നതിന് തടസ്സമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. എവിടെയും പോകുമായിരുന്നു. ഇവിടെ പവിത്രത കാരണം വിഘ്നമുണ്ടാകുന്നു. പവിത്രമാകാതെ തിരികെ വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല എന്നും മനസ്സിലാക്കുന്നു. ധർമ്മരാജനിലൂടെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ ഒരൽപ്പം റോട്ടി പ്രാപ്തി ലഭിക്കും. ശിക്ഷകൾ അനുഭവിക്കാതിരുന്നാൽ പദവിയും നല്ലത് ലഭിക്കും. ഇത് വിവേകത്തിൻ്റെ കാര്യമാണ്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരേണ്ടതുണ്ട്. ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് പവിത്ര ആത്മാവായി മാറി വരണം. പിന്നെ എപ്പോഴാണോ 5 തത്വങ്ങളും സതോപ്രധാനവും പുതിയതും ആകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ശരീരവും പുതിയതും സതോപ്രധാനമായതും ലഭിക്കും. മുഴുവനും താറുമാറായി പുതിയതായി മാറും. ഏതുപോലെ ബാബ ഇദ്ദേഹത്തിൽ വന്ന് ഇരിക്കുന്നുവോ അതേപോലെ ആത്മാവ് യാതൊരു പ്രയാസവും കൂടാതെ ഗർഭകൊട്ടാരത്തിൽ പോയി ഇരിക്കും. പിന്നെ എപ്പോഴാണോ സമയമാകുന്നത് അപ്പോൾ പുറത്തു വരും, മിന്നൽ തിളങ്ങുന്നത് പോലെ. കാരണം ആത്മാവ് പവിത്രമാണ്. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ.
ധാരണയ്ക്കുള്ള മുഖ്യസാരം. ആത്മാവിനെ പാവനമാക്കുന്നതിനായി ഏകാന്തതയുടെ ഭട്ടിയിൽ ഇരിക്കണം. ഒരു ബാബയുടേതല്ലാതെ രണ്ടാമതേതെങ്കിലും മിത്രസംബന്ധികളുടെ ഓർമ്മ വരരുത്. ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും വച്ച് ബന്ധനമുക്തമായി മറ്റുള്ളവരുടെ സർവീസ് ചെയ്യണം. ബാബയുമായി സത്യമായ ഇടപാട് നടത്തണം. ഏതുപോലെ ബാബ സർവ്വതും ഗുപ്തമായി ചെയ്തുവോ അതേപോലെ ഗുപ്തമായി ദാനം ചെയ്യണം. വരദാനം: മായയുടെ വികരാല രൂപത്തിൻ്റെ കളിയെ സാക്ഷിയായി നോക്കുന്ന മായാജീത്തായി ഭവിക്കട്ടെ. മായയെ വെൽക്കം ചെയ്യുന്നവർ അതിൻ്റെ വികരാള രൂപത്തെ, അതായത് ഭയാനക രൂപത്തെ കണ്ട് ഭയപ്പെടുന്നില്ല. സാക്ഷിയായി കളി കാണുന്നതിലൂടെ രസം തോന്നുന്നു. കാരണം മായയുടേത് പുറമേ സിംഹത്തിൻ്റെ രൂപമാണ്, എന്നാൽ അതിൽ പൂച്ചയുടെ അത്രയും ശക്തി പോലുമില്ല. കേവലം താങ്കൾ ഭയപ്പെട്ട് അതിനെ വലുതാക്കി മാറ്റുകയാണ്. എന്തു ചെയ്യട്ടെ, എങ്ങനെ സംഭവിക്കും എന്നല്ല. എന്നാൽ ഈ പാഠം ഓർമ്മ വയ്ക്കൂ. എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നോ അത് നല്ലത്, എന്ത് സംഭവിക്കാൻ പോകുന്നുവോ അത് കൂടുതൽ നല്ലത്. സാക്ഷിയായി കളി കാണൂ, അപ്പോൾ മായാജീത്തായി മാറും. സ്ലോഗൻ: ആരാണോ സഹനശീലർ അവർ ആരുടെയും ഭാവസ്വഭാവങ്ങളിൽ എരിയുന്നില്ല. വ്യർത്ഥ കാര്യങ്ങളെ ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ കളയുന്നു. ഓം ശാന്തി. ഞാൻ ശക്തിശാലി ആത്മാവാണ്. I am a powerful being. എന്ത് ചിന്തിക്കുന്നുവോ അത് എനിക്ക് ചെയ്യുവാൻ കഴിയും. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും സത്യമാണ്, ശാന്തമാണ്, സ്ഥിരമാണ്. ഞാൻ പവിത്ര ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും ഓരോ വാക്കും വരദാനിയാണ്. എൻ്റെ ശരീരം നിരോഗിയാണ്. എൻ്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യമുള്ളതാണ്. അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. പവിത്രതയും ശാന്തിയും ശക്തിയും എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും എത്തിച്ചേരുന്നു. എൻ്റെ രോഗപ്രതിരോധ ശക്തി ഏറ്റവും ഉന്നതമാണ്, ഉയർന്നതാണ്. ഞാൻ സുരക്ഷിതമാണ്. എൻ്റെ ബന്ധങ്ങൾ വളരെ പ്രിയതരമാണ്. നാം ഏവരും പരസ്പരം അംഗീകരിക്കുന്നു. നാം ഏവരും ഒന്നാണ്. എൻ്റെ സഫലത സുനിശ്ചിതമാണ്. എനിക്ക് ചുറ്റും പരമാത്മാവിൻ്റെ ശക്തികളുടെ ഒരു ഊർജത്തിൻ്റെ വലയമുണ്ട്. വൈറ്റ് ഗോൾഡൻ ലൈറ്റിൻ്റെ ഒരു വലയം. പരമാത്മാ ശക്തികൾ എൻ്റെ സുരക്ഷാ കവചമാണ്. ഈ ഊർജ വലയത്തിൻ്റെ ഉള്ളിൽ
യാതൊന്നിനും പ്രവേശിക്കുവാൻ കഴിയില്ല. ഞാൻ ഈശ്വരൻ്റെ സ്നേഹത്താലും ശക്തികളാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പരമാത്മാ ശക്തിയുടെ ഊർജവലയം എൻ്റെ കുടുംബത്തിലുള്ളവരുടെ ചുറ്റുമുണ്ട്. എൻ്റെ കുടുംബവും സുരക്ഷിതമാണ്. പരമാത്മാവിൻ്റെ ശക്തികൾ ഈ സൃഷ്ടിയിലെ ഓരോരുത്തരിലും എത്തിച്ചേരുന്നു. God's power is reaching every soul on this planet. ഓരോ ആത്മാവും ശക്തിശാലിയാണ്, നിർഭയമാണ്, സുരക്ഷിതമാണ്. ഈ മുഴുവൻ സൃഷ്ടിയുടെയും നാനാഭാഗത്തും പരമാത്മാ ശക്തിയുടെ പവിത്രതയുടെ വലയമുണ്ട്. ഈ ലോകം ഭദ്രമാണ്, സുരക്ഷിതമാണ്. ഏതൊരു കാര്യം വന്നു ചേർന്നുവോ ആ കാര്യം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു. അത് സമാപ്തമായി. ഫിനിഷ്ഡ് ഫോർ എവർ, എന്നേക്കുമായി ഇല്ലാതായി കഴിഞ്ഞു. നമ്മുടെ ലോകം പരമാത്മാവിൻ്റെ ശക്തികളാൽ ഭദ്രമാക്കപ്പെട്ട് കഴിഞ്ഞു, സുരക്ഷിതമാക്കപ്പെട്ട് കഴിഞ്ഞു. ഓം ശാന്തി.